പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണന്റെ മനോഹരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അവധിക്കാലത്ത് കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരം ഉൾപ്പെടെ ഇടങ്ങളിൽ കണ്ടം ക്രിക്കറ്റ് കളി പ്രോത്സാഹിപ്പിക്കാനായാണ് കളക്ടർ പ്രേംകൃഷ്ണന്റെ FB പോസ്റ്റ്. സംഭവം വൈറലായി. പണ്ട് ഞങ്ങളൊക്കെ അവധിക്കാലത്ത് കളിക്കാൻ പാടത്തിറങ്ങിയാൽ നേരം വൈകുമ്പോൾ വീട്ടുകാർ വഴക്ക് പറഞ്ഞു കയറ്റുന്ന അവസ്ഥയായിരുന്നു. കുട്ടികൾ കണ്ടം കളിയിലേക്ക് തിരികെ വരണം, കളക്ടർ പ്രേംകൃഷ്ണൻ പറയുന്നു. അത് നമ്മുടെ അവധിക്കാലങ്ങൾക്ക് വന്നൊരു മാറ്റം കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോയത്. കാര്യം നമ്മൾ പണ്ട് നമ്മുടെ അവധിക്കാലം ഇപ്പം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും, നമ്മൾ പാടത്തും പറമ്പത്തൊക്കെ കളിക്കാൻ പോകുന്നതും കൂടുതലും പുറത്താണ് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അവധിക്കാലം എന്ന് പറയുമ്പോൾ നമ്മളെ പലപ്പോഴും വീട്ടിൽ നിന്നും വഴക്ക് പറഞ്ഞ് തിരിച്ചു കയറ്റുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പം നമ്മൾ പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇപ്പോൾ പല പരിപാടിക്ക് പങ്കെടുക്കുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, കുട്ടികൾ കൂടുതലും ഈ പറഞ്ഞിരിക്കുന്ന ഉള്ളിലേക്ക് വലിഞ്ഞ് വീടുകളിലേക്ക് വലിഞ്ഞ് മൊബൈൽ ഫോണും അവരുടെ ഒരു ലോകത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുള്ളത് വിചാരിച്ചത്. അപ്പം അതോടൊപ്പം തന്നെ നമ്മളിപ്പം നമുക്കറിയാം മൊബൈൽ ഫോൺ അഡിക്ഷനും ലഹരിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സർക്കാരെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം ബാക്കി ഇവൻറ്റുകളെല്ലാം മാരത്തോൺ അടക്കമുള്ള ഇവൻറ്റുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ കുട്ടികളെ പുറത്തേക്ക് ഇറക്കണമെങ്കിൽ എന്തെങ്കിലും കുറച്ചുകൂടെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള എന്നാൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഐഡിയ വേണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് സംസാരിച്ച് പലരും ഡിസ്കസ് ചെയ്ത് ഈ കണ്ടം ക്രിക്കറ്റ് എന്നൊരു ഇതിലേക്ക് എത്തിത്തീർന്നത്. കളക്ടറുടെ FB പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഇതാണ്. പ്രിയ വിദ്യാർത്ഥികളെ, അവധിക്കാലത്ത് കമ്പ്യൂട്ടറിനും മൊബൈലിനും മുന്നിൽ തളയ്ക്കപ്പെടാതെ നമുക്ക് വീണ്ടും നമ്മുടെ കണ്ടങ്ങളിലേക്ക് ഇറങ്ങാം. 4ഉം 6ഉം പറത്തി വിക്കറ്റുകൾ വീഴ്ത്തി ആ പോയ കാല നന്മകളെ നമുക്ക് തിരിച്ചു പിടിക്കാം. ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് താരം ആരാണ്? ബാറ്റിംഗ് ആണോ ബോളിംഗ് ആണോ ഫീൽഡിംഗ് ആണോ ഇഷ്ടം? ചോദ്യത്തിന് കളക്ടർ പ്രേംകൃഷ്ണന്റെ മറുപടി ഇങ്ങനെ: ഞാൻ ബാറ്റിംഗ് ആണ് ചെയ്യുന്നത്, ബാറ്റ്സ്മാൻ ആണ് എന്ന് പറഞ്ഞാൽ. അന്നും ഇന്നും സച്ചിൻ ടെണ്ടുൽക്കർ തന്നെ എന്ന് പറഞ്ഞാൽ പക്ക അതിൽ മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ. സ്കൂളിലും കോളേജിലും സ്കൂൾ ടീമിലുണ്ടായിരുന്നു, കോളേജ് ടീമിൽ ആദ്യം കുറച്ച് നാളുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം വലിയൊരു ബ്രേക്ക്, പിന്നെ പഠനത്തിലേക്കൊക്കെ തിരിഞ്ഞ് വലിയൊരു ബ്രേക്ക് ഉണ്ടായി. പക്ഷേ ഈ അടുത്തിടയ്ക്ക് ഞങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. റവന്യൂ ക്രിക്കറ്റ് ലീഗ് ഉണ്ടായിരുന്നു, അതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതിലൂടെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കളക്ടറുടെ FB പോസ്റ്റിന് താഴെ കമന്റുകളുടെയും വീഡിയോകളുടെയും പ്രവാഹമാണ്. കണ്ടത്തിൽ കളഞ്ഞുപോയ ബോൾ കണ്ടുപിടിച്ചു തരാൻ പറ്റുമോ? ഇല്ല അല്ലേ? തുടങ്ങി രസകരമായ കമന്റുകളും വീഡിയോകളുമുണ്ട്. കമന്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കളിസ്ഥലങ്ങളിലും ക്രിക്കറ്റ് കളിക്കാൻ ചെല്ലുമോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: അവരോട് പറയാനുള്ളത് എല്ലായിടത്തും എത്തുക എന്ന് പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതിൽ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ എന്തായാലും എൻ്റെ ഒരു ഔദ്യോഗിക തിരക്ക് കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ എപ്പോഴും പറ്റുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ പറ്റുന്ന സമയങ്ങളിലെല്ലാം പോയി കളിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ബിക്കോസ് ഞാനും ഒരു ക്രിക്കറ്റിൻ്റെ വലിയ ആരാധകനായതുകൊണ്ട് തന്നെ കളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രണ്ട്, ഇപ്പം ഇത് തന്നെ കുട്ടികൾക്ക് വളരെ വലിയൊരു ഹിൻഡ്, ഒരു ഇൻഫർമേഷനാണ്. ഇത്രയധികം ഗ്രൗണ്ടുകൾ, ഇത്രയധികം ചെറിയ ഗ്രൗണ്ട് ആകട്ടെ വലിയ ഗ്രൗണ്ട് ആകട്ടെ, ഇത്രയധികം ഗ്രൗണ്ടുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് എന്നുള്ളൊരു തെളിവാണ് ഇപ്പോൾ 10-400 കമന്റുകൾ വന്നതിനകത്ത്. അപ്പോൾ ആ ഗ്രൗണ്ടുകളിൽ ഒന്ന് കുട്ടികൾ പോയി കളിക്കാൻ റെഡിയാവുക. രണ്ട്, ഇപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞു, ഈ കമന്റ് ഇരിക്കുന്ന പല ആൾക്കാരെ കണ്ടാൽ അറിയാം അവരും 80s and 90s കിഡ്സ് ഒക്കെ തന്നെയാണുള്ളത്. അപ്പോൾ അവർ കൂടുതൽ വീട്ടിലുള്ള കുട്ടികളെ എല്ലാം ഈ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ അവരെ കളിപ്പിക്കാനും അവരോടൊപ്പം ഇത് സമയം സ്പെൻഡ് ചെയ്യാനും തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു മാറ്റം നമ്മുടെ ഇതിലുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന കളിസ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾക്കൊപ്പം ബാറ്റ് വീശാൻ ഒരു കൂട്ടുകാരനായി താനുമുണ്ടാകും എന്നാണ് കളക്ടർ പ്രേംകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.